സുഹൃത്തുക്കളെ, എൻ്റെ നിരകളിലേക്ക് മധു നായർ ഏവരെയും വീണ്ടും ക്ഷണിക്കുകയാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം നമ്മൾ നിറത്തിനെക്കുറിച്ചിട്ടുള്ള എന്താ പറയുക, മലയാളികളുടെ ഒരു പ്രത്യേകത കറുപ്പ് നിറം വർജ്യമാണെന്നും അതിന് എതിരായിട്ട് പല എന്താ പറയുക ആക്ഷേപങ്ങളും ഉണ്ടാകുന്നെന്നും അതത്ര നല്ല കാര്യമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യത്തെ വെടി പൊട്ടിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ ഏറ്റവും എന്താ പറയുക സീനിയർ മോസ്റ്റ് ബ്യൂറോക്രാറ്റ് ചീഫ് സെക്രട്ടറി ശ്രീമതി ശാരദ മുരളീധരനാണ്. അവരുടെ ഔദ്യോഗിക ജീവിതത്തിൽ ഇതൊരു പ്രശ്നമായി പലപ്പോഴും ഉണ്ടായിട്ടുണ്ടെന്നും അവസാനം ഒരു വളരെ ഉന്നത ശ്രേണിയിലുള്ള ഒരാൾ പരോക്ഷമായിട്ട് പേര് പറഞ്ഞില്ല കറുപ്പി എന്ന് വിളിച്ചെന്തോ അധിക്ഷേപിച്ചെന്നും അതിനെക്കുറിച്ചുള്ള അവരുടെ മാനസിക സംഘർഷം പൊതുസമൂഹത്തോട് അവർ പങ്കുവയ്ക്കുകയും ചെയ്തു. വളരെ നല്ല കാര്യം തന്നെയാണ്. അത് വലിയ ചർച്ചയായി. കാരണം ഇത് പറഞ്ഞിരിക്കുന്നത് സാധാരണ ഒരു സ്ത്രീ അല്ലല്ലോ. ആക്ച്വലി ബ്യൂറോക്രസിയിൽ IAS തലപ്പത്ത്, അതും ചീഫ് സെക്രട്ടറി ആയിട്ടൊക്കെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയധികം സമർത്ഥ ആയിരിക്കണം. അപ്പോൾ അത് ചർച്ചകൾ, ടെലിവിഷൻ ചർച്ചകൾ, അവരുടെ അതിനെക്കുറിച്ചുള്ള ലേഖനങ്ങൾ, ഇതെല്ലാം കണ്ടിട്ട് എനിക്ക് തോന്നിയത് ആക്ച്വലി ഇതൊരു പുതിയ കാര്യമാണോ. അത് കാലാകാലങ്ങളായി മലയാളക്കരയിൽ മാത്രമല്ല, ദേശീയമായിട്ട് മാത്രമല്ല, ആഗോളപരമായിട്ടുള്ള ഒരു പ്രശ്നമെന്ന് ഞാൻ പറയുന്നില്ല. അതൊരു മാനുഷിക എന്താ പറയുക, അവരുടെ ഒരു തോന്നലാണ്. ഇപ്പോൾ അമേരിക്കയിൽ തന്നെ കറുത്ത വർഗ്ഗക്കാരെ കറുപ്പന്മാരായതുകൊണ്ട് മാത്രം കാലാകാലങ്ങളിൽ അവർ അനുഭവിച്ച ദുരിതം അത് കഴിഞ്ഞിട്ടൊരു ഉയർത്തെഴുന്നേൽപ്പ് പോലെ മാർട്ടിൻ ലൂതർ കിങ്ങിന് ശേഷം ഉണ്ടായ ഒരു എന്താ പറയുക, ഒരു സാമൂഹ്യ പരിഷ്കരണം, അതിൻ്റെ പിന്നിലൊരു വലിയ സ്ലോഗൻ തന്നെ ബ്ലാക്ക് ഈസ് ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഒരു വലിയ വക്താവായിട്ട് വളരെയധികം ശ്രദ്ധയാകർഷിക്കപ്പെടുന്ന രീതിയിൽ വലിയ വലിയ VIP ഇപ്പം മുഹമ്മദ് അലി അതൊരു ഐക്കോണായിരുന്നല്ലോ. അത് കറുപ്പനായതുകൊണ്ട് മാത്രമല്ല ആ സംഭവം. ഇവിടെയും ഇപ്പോഴും നമ്മൾ പറയാൻ വലിയ എളുപ്പമാണ്. പക്ഷേ കല്യാണത്തിന് പെണ്ണ് കാണാൻ പോകുമ്പോഴും അല്ലാതെ തന്നെ ഈ എന്താ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ഫീലിങ്, അത് ആക്ഷേപകരമാണ്. പക്ഷേ അത് ഇങ്ങനെ കുറച്ച് ചർച്ചകൾ കൊണ്ട് മാറ്റിയെടുക്കാവുന്ന ഒരു കാര്യമാണോ ഇത് ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വർഗീയത തന്നെയാണ്. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതിലൊരു പുതുമയൊന്നുമില്ല. നമ്മളെ മനുഷ്യരാശിയെ അപഗ്രഥിച്ചിരിക്കുന്ന ഒരുപാട് തെറ്റുകളിൽ ഒന്നാണിത്. ഇത് വെച്ച് മുതലെടുത്തിട്ട് ഈ സാഹിബ് ലോകം മുഴുവൻ ഭരിക്കാൻ നടന്നതിൻ്റെ ഒരു പ്രധാന കാരണം അവൻ്റെ വെളുത്ത നിറമായിരിക്കാം അല്ലേ. അതുപോലെ ചർച്ചകൾ കൊണ്ടും അല്ലാന്നുണ്ടെങ്കിൽ ഈ നിയമപരമായിട്ടോ ഒന്നും തന്നെ ഈ പ്രശ്നം ഒതുക്കാനൊക്കുമെന്ന് തോന്നുന്നില്ല. അതൊക്കെ നമ്മുടെ ബേസിക്കായിട്ടുള്ള ഒരു അളവ് പോലുണ്ടല്ലോ, എന്താണ് സൗന്ദര്യം, അതിൽ ഈ കറുപ്പ് നിറം പെട്ടുപോയി. അതാണ് വസ്തുത. ഏതായാലും ചർച്ചകൾ പുരോഗമിക്കട്ടെ. അതിനെതിരായിട്ട് വളരെ വലിയ ജൽപ്പനങ്ങൾ ഉണ്ടാകട്ടെ. സംഗതിയൊക്കെ ശരി തന്നെ. പക്ഷേ ഈ അൾട്ടിമേറ്റ്ലി ഈ മനുഷ്യ മനസ്സിലുള്ള ഈ വിവേചനം, വർണ്ണ വിവേചനം അത്ര എളുപ്പമൊന്നും മാറിക്കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൽ ആശങ്കയുണ്ട്. പക്ഷേ പറഞ്ഞിട്ടെന്താ കാര്യം. അപ്പോൾ അത്തരത്തിലും ഉള്ള ഒരു വിഷയമായിട്ട് ഇതിനെ കണ്ടാൽ മതി. പറഞ്ഞു വന്നപ്പോൾ ആക്ച്വലി ശാരദാ മുരളീധരൻ എൻ്റെ ഒരു സ്റ്റുഡൻ്റായിരുന്നു. ഈ നഗരത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ ട്രെയിനിങ് സെൻ്റർ തുടങ്ങിയത് ഞാനാണ്. അന്ന് അവർ IAS ഒന്നും കിട്ടിയിട്ടില്ല. അതിന് മുമ്പ് തന്നെ തുടക്കകാലത്ത് ഇങ്ങനെ കുറേ മിടുക്കികളൊക്കെ വന്ന് കമ്പ്യൂട്ടർ പഠിക്കാൻ വരുമായിരുന്നു. അങ്ങനെ വന്നിരുന്ന ഒരു
എന്താ പെൺകുട്ടി അവസാനം ഈ തരത്തിലൊരു വലിയ ചീഫ് സെക്രട്ടറി പദത്തിലെത്തി. അതിൽ വളരെ വലിയ സന്തോഷമുള്ള ഒരാളാണ് ഞാൻ. അവർ തൊടുത്തുവിട്ട ഈ ഒരു സമസ്യയ്ക്ക് ചർച്ചകൾ നടക്കട്ടെ, പക്ഷേ അതിനൊരു പരിഹാരം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ മനോഭാവം ഞാൻ നിങ്ങളോട് പങ്കിടുന്നു. ബാക്കി ഇനി അടുത്ത ആഴ്ച. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.